കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾക്കെതിരെ തൊഴിലാളി സംഘടനകളുടെ 24 മണിക്കൂർ ദേശീയ പണിമുടക്ക് തുടരുന്നു. പണിമുടക്ക് ജനജീവിതത്തെ ബാധിച്ചു. പുതുക്കാട് കൊടകര മേഖലയിൽ പണിമുടക്ക് ബന്ദിന് സമാനമായിരുന്നു. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. KSRTC, സ്വകാര്യ ബസ്, ഓട്ടോ, ടാക്സി തൊഴിലാളികൾ ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുക്കുന്നതിനാൽ പൊതുഗതാഗതത്തെ ബാധിച്ചു. യാത്രാ സൌകര്യമില്ലാത്തതിനാൽ യാത്രക്കാർ വലഞ്ഞു. പെട്രോൾ പമ്പുകളിൽ ചിലയിടങ്ങളിൽ മാത്രമാണ് തുറന്നത്. അവശ്യ സർവീസുകൾ മാത്രമാണ് പ്രവർത്തിച്ചത്. മെഡിക്കൽ സ്റ്റോറുകൾ തുറന്നിരുന്നു. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. മേഖലയിലെ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെ പ്രവർത്തനവും ഭാഗികമായിരുന്നു. പൊതുഗതാഗത മാർഗങ്ങൾ ഇല്ലാത്തതിനാൽ മിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രവർത്തിച്ചില്ല. സർക്കാർ ജീവനക്കാരുടെ ഇടത് യൂണിയനുകൾ സമരത്തിൽ പങ്കാളികളായിട്ടുണ്ട്. പണിമുടക്കിനെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതിയായ കാരണങ്ങളില്ലാതെ ജോലിക്ക് എത്താത്തവരുടെ ഇന്നത്തെ ശമ്പളം സർക്കാർ പിടിക്കും. ബാങ്കിംഗ് മേഖലയിലെ 3 പ്രമുഖ സംഘടനകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ബാങ്കുകളുടെ പ്രവർത്തനവും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിവിധ ട്രേഡ് യൂണിയൻ സംഘടനകൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ലേബർ കോഡുകൾ പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, കർഷക വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക, വൈദ്യുതി നിയമ ഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. BMS ഒഴികെയുള്ള 10 ട്രേഡ് യൂണിയനുകളാണ് പണിമുടക്കുന്നത്. കോൺഗ്രസ്, CPM, CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. ഇത് കർഷകരുടെ നെഞ്ഞത്തടിക്കുന്ന ഒരു നിലപാടാണ് മോദി ഗവൺമെന്റ് ട്രംപ് പറഞ്ഞതിന്റെ പ്രകാരം ഇവിടേക്ക് ഇറക്കുമതി ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവിടെ നിന്ന് തിരിച്ച് കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യ രാജ്യം 18% തീരുവ നൽകണം.